പരിമല തിരുമേനിയുടെ 4ാം തലമുറക്കാരൻ ആഗോള സുറിയാനി സഭയുടെ ശ്രേഷ്ഠ പദവിയിലേക്ക്. തത്സമയം ഇന്ന് രാത്രി 8:30 മുതൽ i2 ന്യൂസിൽ. ചേരികൾക്കും കുടിലുകൾക്കും നടുവിൽ ഗംഭീരങ്ങളായ ആരാധനാലയങ്ങൾ പണിയുവാൻ ഐക്യപ്പെട്ടവനല്ല ക്രിസ്തു. ഹൃദയങ്ങളെ ആരാധനാലയങ്ങളും ആത്മാവിനെ അൾത്താരയും മനസ്സിനെ പുരോഹിതനുമാക്കുവാൻ വന്നവനാണ്. ഇതെഴുതിയ ഖലീൽ ജിബ്രാന്റെ നാടാണ് ലെബനൻ. ഈ ലെബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിന് 20 കിലോമീറ്റർ അകലെ അച്ചാനെ എന്ന സ്ഥലത്ത് സെയിന്റ് മേരീസ് പാത്രിയർക്ക കത്തീഡ്രലിൽ യാക്കോബായ സുറിയാനി സഭയുടെ തദ്ദേശീയ അധ്യക്ഷന് ഇന്ന് അഭിഷേകമാണ്. പരിമല തിരുമേനിയുടെ കുടുംബത്തിലെ 4ാം തലമുറക്കാരനായ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്ക ബാവയാകുന്നു. യാക്കോബായ സഭാ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന നിമിഷമാണ്, അവർ കാത്തിരുന്ന നിമിഷമാണ് ഇന്ന്. 2017 ജൂലൈ 3 ഇപ്രകാരമുള്ള ഒരു സഭയില്ല എന്ന് വിധിച്ച ഭൂമിയിലെ പരമോന്നത വിധിക്കെതിരെയുള്ള ദൈവികമായ ഒരു വിധിയുടെ നടപ്പാക്കലിനാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലോകം സാക്ഷിയാകുവാൻ പോകുന്നത്. ദൈവികമായ വിധിയുടെ നടപ്പാക്കൽ. അതിനെതിരെ അപ്പീലിന് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അത് നടപ്പായിരിക്കുക തന്നെ ചെയ്യും. ഓർക്കുക, കഷ്ടതയും ക്രൂശിന്റെ അനുഭവവും ക്രിസ്തുവിന്റെ അനുയായികളെ ഒരിക്കലും തളർത്തിയിട്ടില്ല, അവരെ വളർത്തിയിട്ടേ ഉള്ളൂ. 3-ാം നാൾ ഉയർത്തെണീൽക്കുമെന്ന ബോധ്യം ഉണ്ടായിരുന്നവൻ ക്രൂശുമരണത്തെ ഭയപ്പെട്ടോ? ഇല്ല. അതുപോലെ പരമോന്നത വിധി എന്ന അട്ടഹാസം മുഴക്കിയപ്പോഴും തങ്ങളുടെ ദൈവാലയങ്ങൾ പിടിച്ചു പറിക്കപ്പെട്ടപ്പോഴും ആട്ടിൻപറ്റത്തെ ചിതറിക്കുവാൻ നോക്കിയപ്പോഴും പതറാതെ ഇടറാതെ തന്റെ ആട്ടിൻപറ്റത്തെ ചേർത്ത് നിർത്തിയ മലങ്കരയുടെ യാക്കോബ് ബുർദാനയുടെ പിൻഗാമിയായി പരിമല തിരുമേനിയുടെ 4ാം തലമുറക്കാരൻ ശ്രേഷ്ഠതയോടെ ഇന്ന് വാഴുകയാണ്. ആ ചടങ്ങിന് ലോകമെമ്പാടുമുള്ള സുറിയാനി സഭാ വിശ്വാസികൾ കാത്തിരിക്കുകയാണ് പ്രാർത്ഥനാപൂർവം. ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ എല്ലാ ക്രൈസ്തവ സഭകളുടെ പ്രതിനിധികളും കേരള സർക്കാർ പ്രതിനിധികളും ലെബനനിൽ എത്തിക്കഴിഞ്ഞു. പൈതൃകത്തെ തള്ളിപ്പറഞ്ഞവരുടെ ക്രൂരതകൾ യഥാർത്ഥത്തിൽ സ്വർണത്തെ സ്ഫുടം ചെയ്യുന്നത് പോലെ യാക്കോബായ സുറിയാനി സഭ മക്കളെയും കൂടുതൽ ശോഭയുള്ളതാക്കി മാറ്റി. പള്ളികൾ പിടിച്ചു പറിച്ചു കഴിയുമ്പോൾ സുറിയാനി സഭാ മക്കൾ ഗതികെട്ട് തങ്ങളുടെ പള്ളികളിൽ അഭയം പ്രാപിക്കുമെന്ന്, അങ്ങനെ യാക്കോബായ സുറിയാനി സഭ തകരുമെന്ന് കരുതിയവർക്ക് തെറ്റി. അമ്മയെ ഞങ്ങൾ മറന്നാലും അന്ത്യോക്യയെ ഞങ്ങൾ മറക്കില്ല എന്നവർ ശപഥം ചെയ്തു പറഞ്ഞു. അവരുടെ ആ കഷ്ടതകളുടെ നാൾ വഴികൾ ഏത് കഠിനഹൃദയനെയും കണ്ണീരണിയിക്കുന്നതാണ്. പക്ഷേ
നിന്നയും പരിഹാസവും പൂമാലകളാക്കി സൗമ്യതയോടെ നിലകൊണ്ട ആ ഇടയൻ ഇന്ന് ശ്രേഷ്ഠ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. മധ്യപൂർവ്വ ദേശവുമായുള്ള വിശ്വാസപരവും ചരിത്രപരവുമായ ബന്ധം വിളംബരം ചെയ്തുകൊണ്ട് കേരളത്തിലെ യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ സ്ഥാനാരോഹണം അല്പസമയങ്ങൾക്കുള്ളിൽ നടക്കുവാൻ പോകുകയാണ്. ബെസലിയോസ് ജോസഫ് എന്ന പേരിൽ സ്ഥാനമേൽക്കുന്ന അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷ ഇന്ത്യൻ സമയം രാത്രി 8:30 ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ അച്ചാനയിലെ സിറിയൻ ഓർത്തഡോക്സ് സഭാ കേന്ദ്രമായ പാത്രിയർക്ക സെന്ററിനോട് ചേർന്നുള്ള സെയിന്റ് മേരീസ് പാത്രിയർക്ക കത്തീഡ്രലിൽ പ്രാദേശിക സമയം വൈകിട്ട് 5-നാണ് ചടങ്ങുകൾ. ITV ന്യൂസിൽ ഈ ചടങ്ങുകളുടെ തത്സമയ ബ്രോഡ്കാസ്റ്റിംഗും ഉണ്ടാവും. ഇഗ്നാത്യോസ് അപ്രേം ദിദിയൻ പാത്രിയർക്കിസ് ബാവയാണ് സ്ഥാനാരോഹണ ശുശ്രൂഷ നിർവഹിക്കുന്നത്. സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ മറ്റ് മെത്രാപ്പൊലിത്തന്മാർ സഹ കാർമ്മികരാകും. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനോ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സഭയുടെ ആഗോള സിനഡ് നാളെ അവിടെ ചേരുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ളവരും പ്രവാസികളുമായി ആയിരക്കണക്കിന് മലയാളികൾ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുണ്ട്. സിറിയയിലെ ദമസ്കസ് ആണ് അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ ആസ്ഥാനം. സിറിയയിലെ സംഘർഷഭരിതമായ സാഹചര്യം പരിഗണിച്ചാണ് ചടങ്ങ് അച്ചാനയിലേക്ക് മാറ്റിയത്. മറിയത്തിന്റെ വചനിപ്പ് പെരുന്നാൾ ദിനം എന്നതാണ് അഭിഷേക ചടങ്ങ് നടക്കുന്ന ഇന്നത്തെ ദിവസത്തിന്റെ സവിശേഷത. മാർ ഗ്രിഗോറിയോസ് ശമാശപട്ടമേറ്റതും പിന്നീട് വൈദികനായതും മാർച്ച് 25-നാണ് എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. മുളന്തുരുത്തി, പെരുമ്പള്ളി, ശ്രാമ്പിക്കൽ, പള്ളിത്തിട്ടയിൽ വർഗീസിന്റെയും സാറാമ്മയുടെയും മകനായി 1960 നവംബർ 10-നാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ ജനനം. മുളന്തുരുത്തി മാർത്തോമൻ കത്തീഡ്രലിൽ മാമോദിസ, പെരുമ്പള്ളി പ്രൈമറി സ്കൂളിലും മുളന്തുരുത്തി ഹൈസ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജോസഫ് 13-ാം വയസ്സിൽ മഞ്ഞനിക്കര ദേറായിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയിൽ നിന്ന് ശമാശപട്ടം സ്വീകരിച്ചു. പെരുമ്പള്ളി മോർ യൂലിയോസ് സെമിനാരിയിൽ വൈദിക പഠനം. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും, അയർലൻഡിലെ സെയിന്റ് പാട്രിക് കോളേജിൽ നിന്ന് വേദശാസ്ത്രത്തിൽ ബിരുദവും, ഡബ്ലിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MPhilഉം, USA നിന്ന് ക്ലിനിക്കൽ പാസ്റ്ററൽ ആൻഡ് കൗൺസിലിംഗിൽ ഡിപ്ലോമയും നേടി. 84 മാർച്ച് 25-ന് മോർ ബെസിലിയോസ് പൗലോസ് രണ്ടാമൻ ബാബ കശീശ പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി. 84 മുതൽ 4 വർഷം ബംഗളൂരു സെയിന്റ് മേരീസ് പള്ളി വികാരിയായിരുന്നു. ഉപരിപഠനാർത്ഥം US ആയിരിക്കുമ്പോൾ വിവിധ ദൈവാലയങ്ങളിൽ ശുശ്രൂഷ നടത്തി. ഇംഗ്ലണ്ടിലെ സെയിന്റ് തോമസ് സിറിയൻ ഓർത്തഡോക്സ് പള്ളി സ്ഥാപിച്ച് അവിടെ 5 വർഷം വികാരിയായി സേവനമനുഷ്ഠിച്ചു. എക്യുമെനിക്കൽ വേദികളിൽ സഭയുടെ പ്രതിനിധിയായും നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റിയായും പ്രവർത്തിക്കുന്ന ഇദ്ദേഹം ഗൾഫ്, യൂറോപ്യൻ ഭദ്രാസനങ്ങളുടെയും കൊല്ലം, തുമ്പമൺ, നിരണം, തൃശൂർ, മലബാർ ഭദ്രാസനങ്ങളുടെയും അങ്കമാലി ഭദ്രാസനത്തിൽ വിവിധ മേഖലകളുടെയും ചുമതല വഹിച്ചിട്ടുണ്ട്. ബെസലിയോസ് തോമസ് പ്രഥമൻ ബാബ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് 2019 ഓഗസ്റ്റിൽ സഭയുടെ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. സാധാരണക്കാർക്കായുള്ള നിരവധി ക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ജോസഫ് മാർ ഗ്രിഗോറിയോസ് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകനുമാണ്. വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ സമാധാനത്തിനും സമവായത്തിനുമുള്ള തുറന്ന മനസ്സുമായാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് യാക്കോബായ സുറിയാനി സഭയുടെ അമരക്കാരനാകുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.